മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ രാത്രി നമ്മുടെ റന ഫാത്തിമയും നെവിനും ആര്യനുമൊക്കെ ചുമ്മാ ഇങ്ങനെ ബെഡ് മാറി കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആര്യൻ്റെ ബെഡിൽ നെവിൻ കിടന്നത്. അങ്ങനെ നെവിൻ കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് അനുമോളുടെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ആര്യൻ വരുന്നത് കാണുമ്പോൾ ആര്യൻ വേറെ ബെഡിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. ആര്യൻ വരുമ്പോൾ റന ഫാത്തിമ ഓടിപ്പോയി ആര്യൻ്റെ ബെഡിൽ കിടക്കുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ ചേർന്നാണ് കിടക്കുന്നത്. അപ്പോഴേക്കും ആര്യൻ വന്ന് റനേൻ്റെ മേത്ത് കയറി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും റന വേഗം ഞെട്ടി എഴുന്നേറ്റ് ഒച്ചയുണ്ടാക്കി ഓടുന്നുണ്ട് അവിടുന്ന്. കറക്റ്റ് റനേൻ്റെ ഫേസിൽ നമുക്കത് മനസ്സിലാവും. പോയി അത് ബിന്നിനോട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ കട്ട സപ്പോർട്ട് ചെയ്യും, നീ ഇതിനെന്താണേലും പ്രതികരിക്കണം, മസ്താനിയൊക്കെ കണ്ടില്ലേ പ്രതികരിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റന ഫാത്തിമ പറയുന്നുണ്ട്, എൻ്റെ ചെക്കൻ ഇത് കാണുന്നതല്ലേ, മോശമാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നീ പ്രതികരിക്കാതിരുന്നാലാ മോശമാവുള്ളൂ എന്നൊക്കെ ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അനുമോൾ റൂമിലേക്ക് കയറി വരുന്നത്. അനുമോൾ പക്ഷേ ഇവരുടെ അടുത്തേക്ക് വന്നൊന്നുമില്ല. പക്ഷേ റന ഫാത്തിമ വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അനുമോളോട് പറയുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് വ്യക്തമായിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട്, ഇന്നാണോ എന്നാ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റന ഫാത്തിമ അത് പറയുന്നുണ്ട്. കാരണം മെല്ലെ പതുക്കെയാണ് പറയുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ നെവിൻ ഇത് കേൾക്കാൻ വേണ്ടി മൈക്കൊക്കെ ഇട്ടിട്ട് റന ഫാത്തിമേൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോളെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആദിൽ വരുന്നുണ്ട്. അനുമോളെ ചീത്ത പറയുന്നുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്തത് നിങ്ങൾ കണ്ടില്ല, ഇനി പോയി കിടന്നുറങ്ങി, ഇനി നാളെ രാവിലെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനുമോൾ അപ്പം തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആദിൽ അപ്പം തന്നെ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദിലേനെ ഉന്തി ഒരു സൈഡിലേക്ക് പുറത്തേക്ക് പോകാനാണ് റന ഫാത്തിമ നോക്കിയത്. പക്ഷേ ആദിൽ അതിന് സമ്മതിച്ചില്ല, പോയി കിടക്കാൻ പറയുന്നുണ്ട്. ആദിൽ അങ്ങനെ പോയി കിടന്നു. അതേപോലെ തന്നെ അനുമോൾ എന്ന് പറഞ്ഞ് റന വിളിക്കാൻ പോകുമ്പോൾ അനുമോൾ പോയി കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഇന്നലെ ആ ഒരു പ്രശ്നം അനുമോളുടെ അടുത്ത് റന ഫാത്തിമയ്ക്ക് എന്താണെങ്കിലും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ആദിലേനോട് പറയാൻ റന ശ്രമിച്ചിരുന്നു. പക്ഷേ ആദിൽ ആ ഒരു ഇതിൽ സമ്മതിച്ചില്ല. രാത്രി ആയതുകൊണ്ട് കിടന്നുറങ്ങുക, നിങ്ങളെല്ലാവരും ഇനി ഉറങ്ങിക്കോ, ഇനി ആരും സംസാരിക്കേണ്ടെന്നാണ് ആദില പറഞ്ഞത്. ഇന്നലെ രാത്രി ആദിലേനോട് ഈ അനുമോളോട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദിൽ ഈ ഒരു പ്രശ്നത്തെ അപ്പം തന്നെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേക്കാം. എന്താണെങ്കിലും അനുമോളെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇന്നലെ രാത്രി ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ടാകാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദിൽ ഇന്നലെ അനുമോളെ രക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നലെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും അനുമോളൊക്കെ അതിനകത്ത് പങ്കായേനെ.